ഹലോ, വെൽക്കം ഉമ്മു വ്ളോഗ്സിലേക്ക് സ്വാഗതം. മഴ കാരണം ലീവായിട്ട് വെറുതെ പോസ്റ്റായിട്ട് വീട്ടിൽ ഇരുന്നപ്പോഴാണ് ഒരു റീല് കണ്ടത്. കൂട്ടുകാരൻ അയച്ചു കൊടുത്തു, ഒന്ന് പോയാലോ, മഴ കോട്ടയ്ക്കായിട്ട് മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് റൈഡ് ആയാലോ, തിരിച്ചു വരാം. സമയം 3:30. ഒന്നും നോക്കിയില്ല, ഡെസ്റ്റിനേഷൻ സെർച്ച് ചെയ്തു. പരുന്തുംപാറ, ഇടുക്കി. 3 ജില്ലകൾ ടച്ച് ചെയ്ത് പോകേണ്ടതുകൊണ്ട് നമ്മുടെ ജില്ലയായ പത്തനംതിട്ടയിൽ നിന്നും നമ്മൾ യാത്ര തുടങ്ങി. പിന്നൊന്നും നോക്കിയില്ല, 400 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് എരുമേലി എന്ന ആ ഒരു നഗരത്തിലെത്തി. മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേരുകേട്ട പത്തനംതിട്ടയുടെയും കോട്ടയത്തിൻ്റെയും ബോർഡറായ എരുമേലി എന്ന ഈ പുണ്യഭൂമിയിലൂടെ ഒരിക്കൽ കൂടി വരികയുണ്ടായി. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ മുഖാമുഖം നിൽക്കുന്ന മുസ്ലിം പള്ളിയും ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉദാഹരണമായ വാവരുസ്വാമിയുടെ ആ ഒരു മുസ്ലിം പള്ളിയും നേരെ മുന്നിൽ കാണുന്ന അയ്യപ്പസ്വാമിയുടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. ശേഷം മുണ്ടക്കയം റൂട്ടിലേക്ക് യാത്ര തുടങ്ങി. നനഞ്ഞു കുതിർന്നിരിക്കുന്ന റോഡിലൂടെ, ആ റബ്ബറും തോട്ടത്തിലൂടെ, വളഞ്ഞു തിരിഞ്ഞുള്ള റോഡിലൂടെ ഒരിക്കൽ കൂടി ഉള്ള ഈ ഒരു യാത്ര വളരെ മനോഹരമാണ്. എസ് വളവുകൾ കുത്തനെയുള്ള ഈ ഒരു റോഡിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മുണ്ടക്കയം എന്ന സിറ്റിയിലേക്കാണ്. വഴിയിൽ മഴക്കാലമായതിനാൽ ടച്ചിങ്സുകൾ കട്ട് ചെയ്യുന്ന KCB മാമന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മുണ്ടക്കയം ടൗണിലെത്തി. ഒരു പാലം, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മണിമലയാറ്, ഓളങ്ങളിൽ ആർപ്പ് വിളിച്ചുകൊണ്ട് കുത്തൊഴുക്കിനെ തടയാൻ പറ്റാതെ കലങ്ങി മറിയുന്ന ആ ഒരു തിരകൾ. നേരെ നമ്മൾ മുന്നോട്ട് പോകുന്നു. 2018 പ്രളയകാലത്ത് മുങ്ങിപ്പോയ ഒരു സിറ്റിയാണിത് മുണ്ടക്കയം. ഏകദേശം കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും ബോർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് പാരലലായിട്ട് മറ്റൊരു പാലം കൂടിയുണ്ട്. ആ ഒരു നദിയുടെ ദൃശ്യം നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കും. ഈ റോഡ് നേരെ ചെല്ലുന്നത് കുട്ടിക്കാനം എന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. നമുക്കൊപ്പം കുറേ യുവാക്കൾ തൊട്ടുപുറകെ ഉണ്ടായിരുന്നു. അതെ, ഇടുക്കിയുടെ ഒരു ഗ്രാമീണ ഭംഗി ചൂണ്ടിക്കാണിക്കുന്ന അടയാളങ്ങളുമായി ബോർഡുകൾ. അങ്ങനെ നമ്മൾ ആ ഒരു മെയിൻ ചുരത്തിൻ്റെ എൻട്രൻസ് കടന്നു. നേരെ മുന്നോട്ടിനി യാത്ര. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ, ആർപ്പ് വിളിച്ചു പോകുന്ന യുവാക്കൾ, പല സൈഡിൽ കൊക്കകൾ, കുന്നുകൾ, മേടുകൾ, ഒരുപാട് കാഴ്ചകൾ. അങ്ങ് താഴെ ഒരു ഹോസ്പിറ്റൽ കാണാൻ സാധിക്കും. നേരെ മുന്നോട്ട്. എനിക്കൊപ്പം എൻ്റെ കൂട്ടുകാരൻ അലൻ എൻ്റെ IQ ക്യാമറ നിയന്ത്രിക്കുന്നു. ഞാൻ ബൈക്ക് ഓടിക്കുന്നു. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്ത് മെല്ലെ മുന്നോട്ട് പോകണം. എന്താണെന്നറിയില്ല, മഴ നമ്മളെ ഇതുവരെ ചലിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇടത് സൈഡിലെ പാറക്കൂട്ടങ്ങൾ, വലത് സൈഡിൽ കൊക്ക. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇതെല്ലാം നേരെ വിപരീതമായി. ഇടത് സൈഡിൽ കൊക്കയും വലത് സൈഡിൽ ആ ഒരു മലകളുമായി. അങ്ങ് ദൂരെ ആർപ്പ് വിളിക്കുന്ന മാനത്തെ ആ ഒരു മേഘങ്ങളെ ചുംബിച്ചുകൊണ്ടുള്ള മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. സഖ്യപർവ്വത മലനിരകൾ, മുമ്പിൽ വളഞ്ഞ റോഡും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു റോഡ് മെല്ലെ പോയാൽ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നൊരു നിലയിലുള്ള, അല്ലെങ്കിൽ മണ്ണിടിച്ചിലൊക്കെ സാധ്യതയുള്ളൊരു വഴിയാണ്. കൂടാതെ എസ് വളവുകളും ഹെയർപിൻ റോഡ്സും. നമ്മൾ മാത്രമല്ല, ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് ഫാമിലികളും ഈ ഒരു നിമിഷം എൻജോയ് ചെയ്യാൻ വേണ്ടി ഇതിലെ ഒരുപാട് സമയം വരുന്നുണ്ട്. അങ്ങ് ദൂരെ മലമുകളിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഴയുടെ ചാരുതയിൽ കൃത്യമായി മഴ ആസ്വദിക്കാൻ വന്ന നമുക്ക് ദൈവം സഹായിച്ച് മഴ കാരണമുള്ള ശല്യമൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പോലും കോട്ടും കുടയും ഒക്കെ നമ്മൾ കരുതിയിരുന്നു ബാഗിൽ. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒട്ടനവധി റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ കാണാൻ സാധിക്കും. ഒരു കിടിലൻ ടൂറിസ്റ്റ് പ്ലേസ് എന്നതിനുപരി ഒരു കിടിലൻ അഡ്വഞ്ചർ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇടുക്കി ഈ ഒരു റോഡിലൂടെയുള്ള യാത്ര. മുണ്ടക്കയത്തിൽ നിന്ന് കുട്ടിക്കാനത്തേക്കുള്ള ഈ ഒരു ബഹുദൂര യാത്ര വളരെ അടിപൊളിയാണ്, വളരെ എൻജോയ് ആണ്. ഇടയ്ക്കിടെ കുറേ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വളവിൽ നിന്നാലും തൊട്ടപ്പുറത്തെ വളവും തൊട്ടപ്പുറത്തെ റോഡും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി കിടിലൻ എക്സ്പീരിയൻസും. കൂടാതെ കൊക്കയും മലയും എല്ലാം ആസ്വദിച്ച്, എല്ലാം ഒരുമിച്ച് ആസ്വദിച്ച്, മഴയും മഞ്ഞും എല്ലാം ഒരുമിച്ച് ആസ്വദിച്ച് നമുക്ക് ഒരിക്കൽ കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമേകുന്ന ഒരു കിടിലൻ ട്രിപ്പാണിത്. ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണിത്. ബൈക്കിലൊക്കെ പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വരാം. ഏകദേശം 4 മണി 5 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങ് ആ മലമുകളിൽ മേഘത്തോട് ചുംബിച്ചു നിൽക്കുന്ന ആ മലമുകളിൻ്റെ മുൻപിൽ മഞ്ഞ് വീഴുന്നത് കാണാൻ സാധിക്കും. ഒരേ മലമുകളിൽ നിന്നും 3ഉം 4ഉം വെള്ളച്ചാട്ടങ്ങളുടെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കും.
ദൂരെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ടോട്ടലി. എവിടെയൊക്കെ ബൈക്കൊക്കെ നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനെ പറ്റിയ സാഹചര്യമല്ല ഈ മഴയും ഈ ഒരു റോഡിലെ തിരക്കും ഒക്കെ കാരണം. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി വീണ്ടും ഹെയർപിൻ വളവുകൾ കയറുന്ന ആ ഒരു സാഹചര്യത്തിൽ മുകളിൽ വീണ്ടും മലകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എതിരെ വരുന്ന വാഹനങ്ങളും ഹോൺ മുടക്കി വരുന്ന KSRTC ബസ്സുകളും എല്ലാം കാണാൻ സാധിക്കും. എല്ലാം ആസ്വദിച്ച് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് നമ്മൾ വീണ്ടും പോയി. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുള്ള ഈ ഒരു നാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യാതെ പോയാൽ വളരെ കഷ്ടം തന്നെയാണ്. വഴിയരികിലെ വെള്ളച്ചാട്ടങ്ങളിൽ കാലും മുഖവും കഴിയുന്ന യാത്രക്കാരെയും നമുക്ക് ഇടയ്ക്ക് കാണാൻ സാധിക്കും. ഒരു നല്ലൊരു സ്പോട്ടായ ടൂറിസ്റ്റ് സ്പോട്ടായ പാഞ്ചാലിമേട് എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണത്. ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. പരിമിതികൾ കാരണം നമുക്ക് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ യാത്ര നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെയാണ് പരുന്തുംപാറ. ഒരു 2-3 വളവുകൾക്കപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഹിഡൻ സ്പോട്ട് കൂടിയുണ്ട്. ഹിഡനല്ല, കുറച്ച് പബ്ലിക്കാണ്, എങ്കിലും ഒരുപാട് പേര് വന്ന് സെൽഫിയൊക്കെ എടുത്ത് റെസ്റ്റൊക്കെ എടുത്ത് പോകുന്ന ഒരു അടിപൊളി സ്പോട്ടുണ്ട്. ഈ കൊച്ചു റോഡ് നമ്മളെ അങ്ങോട്ടേക്ക് എത്തിക്കും അല്ലെങ്കിൽ അവിടെ നിർത്തിക്കും എന്നുള്ള കാര്യം വളരെ നിശ്ചിതമാണ്. അപ്പോൾ മുന്നിലെ റോഡിൽ ഒരു ബോർഡ് തെളിഞ്ഞു കാണുന്നുണ്ട്, വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. ഒട്ടനവധി സിനിമകളിലെ സാന്നിധ്യമായ വാട്ടർഫോൾസ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടി വാട്ടർഫോൾസ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേരള തൊട്ട് ചാർലി തുടങ്ങിയ സിനിമകളിലെ ഒരു കിടിലൻ സ്പോട്ട്, കിടിലൻ ലൊക്കേഷൻ, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. യാത്രക്കാരെല്ലാം ഇവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്താണ് പോകുന്നത്. എപ്പോൾ പോയാലും നമ്മൾ നിർത്തി ചായ കുടിക്കുന്ന ഒരു സ്ഥിരം സ്പോട്ടാണ് ഈ ചേട്ടൻ്റെ ചായക്കട. പേര് നമുക്കറിയത്തില്ല. അവിടെ നിന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അലംബ്രോയുടെ ഹെൽമെറ്റ് നിലത്ത് വീണ് പൊട്ടിച്ചു. ഞാൻ അന്നേരെ പറഞ്ഞ് പഴയ ഹെൽമെറ്റ് എടുത്താൽ മതി, പുതിയത് എടുക്കേണ്ടത്. അതൊക്കെ പോയി പോട്ടെ, സാരമില്ല, നമുക്ക് റെഡിയാക്കാം. അങ്ങനെ ഈ വാട്ടർഫോൾസിൻ്റെ ഭംഗി നമ്മളും ഒന്ന് ആസ്വദിച്ചു. കുത്തനെയുള്ള പാറയിടുക്കിൽ നിന്ന് ഇറ്റിറ്റായിട്ട് വീഴുന്ന ഈ ഒരു വാട്ടർഫോൾസ് ഇന്ന് ശക്തിയായിട്ടാണ് വരുന്നത്. റോഡിൽ കൂടെ പോകുന്ന ആ ഒരു വാഹനങ്ങളുടെയും അല്ലെങ്കിൽ അതിലെ പോകുന്ന യാത്രക്കാരുടെയും ഒക്കെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് കുളിർമയേറിക്കൊണ്ടുള്ള ഈ ഒരു മഴക്കാലത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടിഫുൾ കിടിലൻ ദൃശ്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉപരി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടി ലൊക്കേഷനാണ് ഈ വാട്ടർഫോൾസ്. എന്നിരുന്നാലും മഴ ചതിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ കരുതിയിരുന്ന പുതിയ റെയിൻകോട്ട് പാക്കറ്റ് പൊട്ടിക്കുന്നു. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുന്നു. അങ്ങനെ മഴയുടെ ആ ഒരു ചാരുതിയിൽ വീണ്ടും നമ്മൾ തുടങ്ങുന്നു. ഏകദേശം 60 കിലോമീറ്റർ ശേഷം ഇപ്പോഴാണ് 60-70 കിലോമീറ്റർ ശേഷം ഇപ്പോഴാണ് മഴയൊന്ന് പെയ്യുന്നത്. ആ മഴയുടെ ഭാഗമായിട്ട് മഞ്ഞുകൾ ഇങ്ങനെ വരുന്നു. ആ ഒരു കൊക്കയിൽ നിന്നും അല്ലെങ്കിൽ ആ കുന്നിടുക്കിൽ നിന്നും മഞ്ഞുകളിങ്ങനെ ഇടിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇനി നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, കുട്ടിക്കാനം. പൈൻ ഫോറസ്റ്റുകളുടെ ഒക്കെ നാടായ ആ ഒരു കുട്ടിക്കാനം എന്ന ആ ഒരു സിറ്റിയിലേക്കുള്ള നമ്മളുടെ ആ ഒരു യാത്ര അടിപൊളിയാണ്, എക്സ്പീരിയൻസ്ഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകുന്നതാണ്, ഇനിയും പോകണം. റോഡിൽ നിന്ന് പോകുന്ന വണ്ടികളിൽ നിന്നുള്ള ആ ഒരു വെള്ളം ഞങ്ങളുടെ മുഖത്തേക്ക് ചീറ്റാൻ തുടങ്ങിയിരിക്കുന്നു. ബിക്കോസ് അതുപോലെ മഴയാണ് ഇപ്പം നിലവിൽ. സോ മിസ്റ്റി മൗണ്ടെയിന്, അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ തുടങ്ങിയ കിടിലൻ റെസ്റ്റോറൻറ്റുകളുണ്ട് റോഡ് സൈഡുകളിൽ. സോ അങ്ങനെ നമ്മൾ നേരെ എത്തുന്നു ആ ഒരു ജംഗ്ഷനിലേക്ക്. 2 ബോർഡുകൾ കാണാം, കട്ടപ്പന, കുമളി. സോ ഈ ഒരു ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇടുക്കിയിലേക്കുള്ള പല സ്പോട്ടുകളിലോട്ടുമുള്ള ഒരു ഡീവിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 4ആയിട്ട് തിരിക്കുന്ന, അല്ലെങ്കിൽ ക്ഷമിക്കണം 3ആയിട്ട് തിരിക്കുന്ന ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ മരിയൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, സോ തുടങ്ങിയ ഒട്ടനവധി കോളേജുകൾ, ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ തുടങ്ങിയവയുടെ എല്ലാം ഒരു മഹനീയ സാന്നിധ്യമാണ് ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് കേരള അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇടുക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മുടെ റൂട്ട് വേറെ ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് തന്നെ പോകും. ബൈക്കിൻ്റെ പിന്നെ ഇരുന്ന് അലംബ്രോയുടെ കിടിലൻ വീഡിയോഗ്രാഫിയിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് മുന്നോട്ടേയുള്ള യാത്ര. നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല. സോ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് തേയില ഫാക്ടറികൾ അല്ലെങ്കിൽ ടീ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. സോ അതുകൂടി നമ്മുടെ ഓഡിയൻസിനെ അത് കാണിക്കാം എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നു, തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇടുക്കി, കേരളത്തിൻ്റെ ഊട്ടി അല്ലെങ്കിൽ കേരളത്തിൻ്റെ റാണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇരു സൈഡുകളിലും കൃത്യമായിട്ട് അത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും ഔട്ട്ലെറ്റുകളും സോ ഫാക്ടറികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓരോ വളവുകളും ഇത് അൺസ്റ്റോപ്പബിളായിട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റായിട്ട് തേയിലകളും തോട്ടങ്ങളും കാപ്പികളും, സോ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൈൻ ട്രീകളും, വിദൂരതയിൽ നിന്നും മങ്ങി മായാത്ത രീതിയിൽ ഉള്ള മഞ്ഞും എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് വീണ്ടും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം.
മഴയുടെ ആഘാതം കൂടിയതുകൊണ്ടാവാം റോഡുകളിലെല്ലാം തെറ്റലായിരുന്നു. പക്ഷെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ മെല്ലെ എൻ്റെ സേഫ് ഡ്രൈവിങ്ങിൽ വീണ്ടും നമ്മൾ മുന്നോട്ടേ പോകുന്നു. ദൂരെയുള്ള മലമുകളിൽ നിന്ന് പോലും നമുക്ക് ആ ഒരു ഗ്രാമീണത ഭംഗി, തേയിലത്തോട്ടങ്ങൾ കൃത്യമായിട്ട് വരിയായി ഒരു പ്രത്യേക ഷേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. ഇതൊരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സോട് ചേർന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് അല്ലെങ്കിൽ അടിപൊളി റൂട്ടാണിത്. ഈ റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയം അല്ലെങ്കിൽ മുണ്ടകയം കട്ടപ്പന അല്ലെങ്കിൽ കുട്ടിക്കാനം കട്ടപ്പന റൂട്ടാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം മറ്റൊന്നാണ്, പരുന്തുംപാറ. അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും എങ്ങോട്ടേക്ക്? കുട്ടിക്കാനത്തോട് തന്നെ പോവുകയാണ്. കാര്യം നമുക്ക് കുമളി റൂട്ടിലേക്കാണ് അവിടെ നിന്ന് പോകേണ്ടത്. അവിടെയാണ് പരുന്തുംപാറ. ഏകദേശം കുട്ടിക്കാനം എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിൽ നിന്നും ഒരു 10-15 കിലോമീറ്റർ അടുത്താണ് ഇവിടെ പരുന്തുംപാറ എന്ന് പറയുന്ന ആ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ഒരു കിടിലൻ ലൊക്കേഷൻ. വഴിയോര കാഴ്ചകളിൽ ചെറിയ ചെറിയ വീടുകൾ, ഔട്ട്ലെറ്റുകൾ, അതുപോലെ ടീ ഫാക്ടറീസ്, റിസോർട്ടുകൾ, ഒരു ദേവാലയം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ കോളേജിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ദേവാലയം കാണുന്നത്. ഒരു കോളേജ് മാത്രമല്ല, ഒരുപാട് കോളേജുണ്ട് ഇതേ സ്റ്റൈലിൽ തന്നെ, കുട്ടിക്കാനം സ്റ്റൈലിൽ ഒരു കളർഫുള്ളായിട്ടുള്ള കോളേജുകൾ. നമുക്ക് ബോർഡ് കാണാം. സോ ബോർഡ് എങ്ങോട്ടേക്കുള്ളതാണ്? ശബരിമല, തേക്കടി, കുമളി. അപ്പോൾ നമുക്ക് കുമളി റൂട്ടിലേക്കാണ് പോകുന്നത്. കാര്യം നമ്മുടെ പരുന്തുംപാറ എന്ന സ്ഥലം കുമളി റൂട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുട്ടിക്കാനത്തിൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമാണ്. നല്ല മഞ്ഞ് കയറി നിൽക്കുന്ന ആ ഒരു ടൈമാണ്. കറക്റ്റ് പീക്ക് ടൈമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈവനിങ് ഇപ്പോൾ ഒരു ടൈം ഏകദേശം ഒരു 5 മണി 5:45 ഒക്കെ ആയി കാണും. അപ്പം പോകുന്ന വഴിക്കും ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം മെയിൻ പ്രത്യേകത ഇതാണ്. ഒരു പ്രത്യേക കളർ, പ്രത്യേക സ്റ്റൈല് തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ദൂരെ മഞ്ഞിങ്ങനെ പൊഴിഞ്ഞ് വരുന്നതും മൂടൽ മഞ്ഞിങ്ങനെ കയറി വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. റോഡിൻ്റെ ഈ സൈഡിലും മരങ്ങളായിട്ടും അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ പൈൻ ട്രീകളും ഒക്കെ കാണുന്നുണ്ട്. ഇതാണ് പീരിമേട് പഞ്ചായത്തിലാണ് ഇവിടെ ഈ പറഞ്ഞ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. സോ ഇവിടെ നിന്നൊരു ഡീവിയേഷൻ ഉണ്ട്. ആ ഡീവിയേഷനിലേക്ക് നമ്മൾ കയറുന്ന വഴിക്ക് കാണുന്നു. സോ നമ്മൾ ആദ്യം വന്നതുപോലെ തന്നെ ഒരു സൈഡിൽ മല സൈഡിൽ കൊക്കകൾ, സോ ഇടയ്ക്ക് വാട്ടർഫോൾസ് എല്ലാം കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെയും ഇപ്പുണ്ടായിരുന്നു. സോ നമുക്ക് അങ്ങനെ ഇറങ്ങാനുള്ള ടൈം കിട്ടുന്നില്ല. അത് മാത്രമല്ല അങ്ങനെ ഇറങ്ങാനുള്ള ഒരു സ്പേസ് കൂടി അവിടെ ഇല്ല. കാര്യം ചെറിയ വീതി കുറഞ്ഞ റോഡാണ്, അപകട മേഖലയാണ്. സോ നനഞ്ഞ് കിടക്കുകയാണ്. സോ അതുപോലെ നമ്മൾ മെല്ലെ കോട്ടൊക്കെ ഇട്ട് ഈ മഴയത്തൂടെ പോവുകയാണ്. സേഫ് ജേണിയാണ്. അങ്ങനെ പരുന്തുംപാറയുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തുന്നുണ്ട്. സോ അവിടെ ശില്പം പോലെ പരുന്തിനെ പോലെയൊക്കെ ഇങ്ങനെ എൻട്രൻസിൽ പൊട്ടി വെച്ചിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവിടെ വീണ്ടും വിശാല സുന്ദരമായ ഇങ്ങനെ പടർന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ മൂടി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വരുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ കാണുന്നുണ്ട്. കാര്യം ഏകദേശം സമയം സന്ധ്യ ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ കാണുന്നത്. സോ വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുമ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു അവസാനം കാണുന്നില്ല. പക്ഷേ കണ്ടു എവിടെ? നമ്മുടെ ആ പരുന്തുംപാറയിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസിലേക്ക്. സോ ഇവിടെ സിപ്പ് ലൈൻ അഡ്വഞ്ചേഴ്സ് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പം നമ്മൾ വരുന്ന വഴി കുറച്ച് കൈ കാണിച്ച് നിർത്തി സിപ്പ് ലൈൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈനാണ്. പെർ പേഴ്സൺ 500 രൂപ ആണ്. അതുപോലെ നമ്മളിതാ ആ ഒരു പരുന്തുംപാറയുടെ ഒരു ബോർഡ് കണ്ടു, അല്ലെങ്കിൽ ആ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടു. നമുക്ക് പാസ്സൊന്നും ഇല്ലായിരുന്നു. നമ്മൾ 2 വീലേഴ്സിന് പാസ്സൊന്നുമില്ല, മറ്റു വണ്ടികൾക്ക് പാസ്സുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം എത്തുന്നു. ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വഴിയൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെയാണ് ഇവിടുത്തെ മൂടൽ മഞ്ഞ് എത്തി അല്ലെങ്കിൽ മൂടിപ്പെട്ടിരിക്കുന്ന ഒരു പരുന്തുംപാറ ഒരു പ്രദേശം നമുക്ക് കാണുന്നുണ്ട്. വഴി മാത്രം കാണുന്നില്ല. ഇത് എൻഡ് ഓഫ് ദ റോഡാണോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. സോ അതുപോലാണ് സിറ്റുവേഷൻ. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്തത്ര മഞ്ഞ് നമുക്ക് ഇവിടെ നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. സോ ഇതല്ല നമ്മുടെ ആ ഒരു മെയിൻ പോയിന്റ്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെല്ലണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു. റോഡിലൊക്കെ ചെറിയ രീതിയിൽ ചള്ളയും ഒക്കെ ഉണ്ട്. സോ കടകളെല്ലാം ഇന്ന് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കാര്യം റെസ്ട്രിക്ഷൻ ഉണ്ട്. കാര്യം മഴയും കാറ്റും കുറച്ച് കൂടിയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കടകളൊന്നും ഇവിടെ ഇല്ല. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ നിറച്ചും ടൂറിസ്റ്റുകളും നിറച്ചും കടകളും ചായകളും പലഹാരങ്ങളും ഒക്കെ ഉള്ള കടകളൊക്കെയാണ്. കളിപ്പാട്ട കടകളുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ബൈക്കൊന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സേഫ് സ്ഥലം വേണം. അപ്പം ടൂറിസ്റ്റുകൾ വളരെ കുറവാണെങ്കിൽ പോലും മിനിമം ഒരു 100 പേരെ 150 പേരേ ഉള്ളൂ ഇന്നിവിടെ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ നമ്മൾ ഇതാ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നു. സോ ദൂരെ നോക്കുമ്പോൾ വിശാലമായി മഞ്ഞ് മൂടി വന്നത് കാറ്റ് കൊണ്ടുകൊണ്ട് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ഇടവിട്ട് മഞ്ഞ് വരുന്നു, മഞ്ഞ് പോകുന്നു, അങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നു. കാറ്റ് ആ ഒരു പുല്ലുകളിങ്ങനെ കിടന്ന് അനങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ആ ഒരു കാറ്റിൻ്റെ വേഗത എന്ന ശക്തിയെന്ന്. അപ്പം കൃത്യമായിട്ട് ഞാൻ റിസ്കി ഷോട്ടുകൾ എൻ്റെ ഈ ഒരു ഫോണിൽ നമ്മുടെ ക്യാമറാമാൻ അലനെടുത്തപ്പോൾ കൃത്യമായിട്ട് മഞ്ഞിങ്ങനെ മൂടി
കൂടി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സോ ഞങ്ങൾ മഞ്ഞാൽ ഇവിടെ മൂടപ്പെട്ടൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. സോ എന്താണിത്, മനോഹരമായിട്ടൊരു സിറ്റുവേഷൻ. കറക്റ്റ് ടൈമാണ്. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചു, ഇനി പോകണം, ഇത്ര ലേറ്റായില്ലേ, മഴയല്ലേ, റിസ്ക്കല്ലേ എന്നൊക്കെ. പക്ഷേ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടതിന് ഉറപ്പായിരുന്നു. അങ്ങനെ മഞ്ഞ് കയറി വരുന്ന ആ ഒരു കാഴ്ച നമുക്ക് ഇത് കാണാൻ സാധിക്കും ഇവിടെ വന്നാൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ശാന്തമാണ്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും ഇങ്ങനെ മഞ്ഞ് കയറി ഇങ്ങനെ കൂടും. അപ്പോൾ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. സോ നല്ല സ്ഥലമാണ്. സോ വീക്കെൻഡുകളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററൊക്കെ മാറുമ്പോൾ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് ഫിലിം ലൊക്കേഷനുകളാണുള്ളത്. ഒട്ടനവധി ഫിലിംസിൻ്റെ ഒക്കെ ക്ലൈമാക്സും മെയിൻ ഭാഗങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മെയിൻ സൂയിസൈഡ് പോയിൻ്റാണ് ഇത്. അപ്പോൾ വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. സോ അങ്ങ് ദൂരെ കാണുന്നതാണ് പരുന്തുംപാറ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡുണ്ട്. ഇതല്ല ശരിക്കും പരുന്തുംപാറ. ഇതിന് താഴെ ഒരു പരുന്തിൻ്റെ ആകൃതിയിലുള്ള, ഈഗിളിൻ്റെ ആകൃതിയിലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു പാറയുണ്ട്. അപ്പം നമുക്ക് സാധാരണ നിലയിൽ അവിടെ പോകാവുന്നതാണ്. പക്ഷേ ഇന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ആരും അങ്ങോട്ട് പോകുന്നുമില്ല. ഏറെക്കുറെ ഈ കാറ്റിൻ്റെ ആഘാതം കാരണം ഇവിടെ നമ്മുടെ വിസിറ്റേഴ്സും വളരെ കുറവാണ്. അപ്പം ഈ ഒരു കാറ്റിനെ തരണം ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്കങ്ങ് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, എക്സലൻറ്റ് എക്സ്പീരിയൻസ്. ഈ ഒരു വർഷത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം മിസ് ചെയ്യരുത് ഈ ഒരു പ്ലേസ്. എപ്പോഴെങ്കിലും ഈ റൂട്ടിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൺ ഡേ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളിയാണ്. ഇപ്പം ഫോറസ്റ്റിൻ്റെയൊക്കെ കൺട്രോളുള്ളൊരു സ്ഥലമാണ്. അപ്പം സേഫായിട്ട് പോവുക. ഒരുപാട് നടക്കാനുണ്ട്. ട്രെക്കിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അവസാനം നമ്മൾ നമ്മുടെ ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചെത്തി. ഇതാണ് അലൻറോ. അപ്പം ഇവിടുത്തെ ഈ ഒരു വിശാലമായ സിറ്റുവേഷൻ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. കാറ്റിൻ്റെ ആഘാതത്തിൽ കടകളൊക്കെ ഇവിടെ മറിഞ്ഞു കിടക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി. ഈവനിങ് ഒക്കെ ആകുമ്പോൾ മഴ കൂടി ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു ജേണി തിരിച്ച് വീട്ടിൽ പോകുന്ന സമയമായി. ഇപ്പം ചെന്നാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് വീട്ടിൽ ചെല്ലാം. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഫുൾ മഴയാണ്, മഞ്ഞാണ്, റോഡ് കാണത്തില്ല. അങ്ങനെ നമ്മൾ താൽക്കാലികമായിട്ട് ഈ ഒരു സ്ഥലത്തിനോട് വിട പറയുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. വളരെ വൈകി. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കുക. താങ്ക് യു സോ മച്ച്. വീണ്ടും തിരിച്ചു വരും നല്ലൊരു വീഡിയോ ആയിട്ട്.